ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കേ ബ്രെഡ് ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി കണ്ടു നോക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാം എന്നൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാനിലേക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ബ്രെഡിൻ്റെ പീസ് ഇട്ടിട്ട് രണ്ട് ഭാഗവും നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലതുപോലെ അതിൻ്റെ ആ ഒരു രണ്ട് ഭാഗവും കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്നത് വരെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ബ്രെഡ് ആവശ്യം അത്രയും ബ്രെഡ് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ആ ഒരു പാനിലേക്ക് തന്നെ കുറച്ചുകൂടെ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാൻ പോവുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ആ സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്നുകൂടി വഴറ്റിയെടുക്കണ്ടേ. നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ ഫ്ലെയിം ഹൈ ആക്കി വെച്ചിട്ട് പെട്ടെന്ന് ഇതിങ്ങനെ ചെയ്തെടുക്കുക. ആ സവാളയും ക്യാപ്സിക്കം ഒന്നും ഒരുപാട് വഴന്ന് കുക്കായി പോകേണ്ട ആവശ്യമൊന്നുമില്ല. അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് തക്കാളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് കൂടി ഇട്ടിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ആ മാഗിയുടെ കൂടെ കിട്ടുന്ന ഒരു പാക്കറ്റ് ഇല്ലേ, മസാല പാക്കറ്റ്, ആ ഒരു പാക്കറ്റ് മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഒരു അര സ്പൂണ് ചിക്കൻ മസാലയും 1/4 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും അത്രയും തന്നെ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ആ പൊടികളെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ചെറിയ പീസാക്കിയിട്ടുള്ള ചിക്കനാണ്. അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ചിക്കൻ ഓപ്ഷണലാണ്, ചിക്കൻ നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അത്രമാത്രം. ചിക്കൻ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ആ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആ മസാലയൊക്കെ എല്ലാ ഭാഗത്തും പിടിക്കണ രീതിയിൽ പതുക്കെ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് മൊസറല്ല ചീസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ആ ചീസ് ഒന്ന് മെൽറ്റായിട്ട് വരുന്നത് വരെ ഒന്ന് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഒരുപാട് ടൈമൊന്നും ആവശ്യമില്ല, ഒരു 5 മിനിറ്റൊക്കെ മതിയാവും. അപ്പോഴേക്കും ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ബ്രെഡൊക്കെ കയ്യിലുണ്ടെങ്കിൽ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന നേരത്തേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും.